ഫ്രണ്ട്സ്, ഇന്നൊരു കപ്പയും ചിക്കൻ കറിൻ്റെയും ഒരു റെസിപ്പി നമുക്ക് നോക്കാം. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒരു അരമണിക്കൂറോളം വേവുണ്ടാവും. അത്ര സമയം അവിടെ കിടന്ന് വേവട്ടെ. ഈ സമയത്തേക്ക് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി എല്ലാം അരിഞ്ഞ് ശരിയാക്കിയെടുക്കണം. കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ വെന്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടാൽ കപ്പപ്പുഴുക്കാക്കുമ്പോൾ നല്ല ഒരു ഉപ്പെല്ലാം പിടിച്ചിട്ട് നല്ല രുചി ഉണ്ടാകും. ഇനി ഇത് വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയാൻ വെക്കുന്നു. അങ്ങനെ നമ്മളെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ആക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാം. ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി.
നമ്മൾ ഈ മസാലക്കൂട്ട് തയ്യാറാക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് കുറച്ച് സമയം വാങ്ങി വെച്ചിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്. അപ്പം മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പിടിച്ച് വന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുപ്പിൽ വെച്ചാൽ മതി, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ചിക്കൻ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് തീ കത്തിയതിന് ശേഷം പിന്നെ ഞാൻ കനൽ ആക്കിയിട്ട് കനലിന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടാണ് ഉള്ളത്. ഇടയ്ക്ക് നമ്മൾ അടി കരിയാണ്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളെ കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വെക്കുമ്പോൾ എപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.